ഹായ് ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ക്രിസ്മസ് തീമിലുള്ള കുറച്ച് ഗ്ലാസ് പെയിൻറ്റിംഗ് വർക്കുകളായിട്ടാണ് കേട്ടോ. ഈ ഒരു ഗ്ലാസ് പെയിൻറ്റിംഗ് വർക്കുകൾ ചെയ്തിട്ടുള്ളത് വേസ്റ്റാക്കി കളയുന്ന ട്രാൻസ്പെറൻറ്റ് ഷീറ്റ് യൂസ് ചെയ്തിട്ടാണ്. ട്രാൻസ്പെറൻറ്റ് ഷീറ്റല്ല, പക്ഷെ നമ്മളതൊരു ട്രാൻസ്പെറൻറ്റ് ഷീറ്റാക്കി കൺവേർട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ ഈ ഒരു വീഡിയോ സ്കിപ്പ് ചെയ്ത് കണ്ടു നോക്കുക, നിങ്ങളുടെ ടൈം ഒട്ടും വേസ്റ്റായി പോവില്ല കേട്ടോ. എന്തായാലും ഇഷ്ടപ്പെടുന്നതായിരിക്കും. ഫസ്റ്റ് നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ ഒരു A4 ഷീറ്റ് പേപ്പർ എടുത്തിട്ട് ഇതുപോലെ 12 സ്ക്വയേഴ്സ് ആയിട്ട് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് പിക്ചേഴ്സ് ട്രേസ് ചെയ്യാനായിട്ട് പേപ്പർ കോപ്പി എന്നുള്ളൊരു ആപ്പ് യൂസ് ചെയ്യാം. അപ്പോൾ പേപ്പർ കോപ്പി ആപ്പ് പ്ലേ സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് വരച്ചെടുക്കേണ്ട പിക്ചർ ഇതുപോലെ സെലക്ട് ചെയ്തിട്ട് നിങ്ങൾ എടുത്തേക്കുന്ന പേപ്പറിന് കറക്റ്റായിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് വയ്ക്കുക. അതിനുശേഷം ഇതൊന്ന് ലോക്കാക്കി കൊടുക്കുക കേട്ടോ. അപ്പോൾ ഈ ഒരു പിക്ചർ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും തെന്നിപ്പോവില്ല. ഇനി ആ ഒരു ലോക്ക് മാറ്റണമെന്നുണ്ടെങ്കിൽ വോളിയം ബട്ടണിൽ ക്ലിക്ക് ചെയ്തിട്ട് ഈ ഒരു ലോക്ക് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക കേട്ടോ. കണ്ടില്ലേ? അപ്പോൾ മാത്രമാണ് ഈ ഒരു സർഫേസ് അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ആവുള്ളൂ കേട്ടോ. ഇനി നമ്മുടെ മൊബൈലിൻ്റെ ബ്രൈറ്റ്നെസ് ഫുള്ളാക്കിയിടുക. അതിനുശേഷം നമ്മുടെ പേപ്പർ ഇതിൻ്റെ മുകളിൽ വെച്ചിട്ട് സിമ്പിളായിട്ട് ഇതുപോലെ ട്രേസ് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ എത്ര വരയ്ക്കാൻ അറിയാത്ത കൂട്ടുകാർക്കും ഈ ഒരു ആപ്പ് യൂസ് ചെയ്തിട്ട് സിമ്പിളായിട്ട് ഡ്രോ ചെയ്യുക കേട്ടോ. അപ്പോൾ ഇനി വരയ്ക്കാൻ അറിയാൻ പാടില്ലാന്ന് ആരും കംപ്ലൈൻറ്റ് പറയണ്ട. അപ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഇനി നമുക്ക് ഈ ഒരു പിക്ചറിൻ്റെ മുകളിലൂടെ ഒന്നുകൂടി ഒന്ന് പെൻസിൽ യൂസ് ചെയ്തിട്ട് ഡാർക്കൺ ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് ഗ്ലാസ് പെയിൻറ്റിങ് ചെയ്യുന്ന സമയത്ത് കൂടുതൽ എളുപ്പമായിരിക്കും. മാത്രമല്ല ഈ ഒരു പിക്ചർ നമുക്ക് വേറൊരു ക്രാഫ്റ്റിനും കൂടി യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതുപോലെ ഒരു സ്നോമാനെ വരച്ചെടുത്തിട്ടുണ്ട്. നെക്സ്റ്റ് പിക്ചർ വരയ്ക്കാനായിട്ട് ഫസ്റ്റ് ലോക്ക് മാറ്റുക. അതിന് വേണ്ടിയിട്ട് വോളിയം ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് ആ ഒരു ലോക്ക് ബട്ടൺ പ്രസ് ചെയ്യാം കേട്ടോ. എന്നിട്ട് ബാക്ക് അടിച്ചതിന് ശേഷം നമുക്ക് ഇഷ്ടമുള്ള പിക്ചർ വീണ്ടും സെലക്ട് ചെയ്യാം. ഞാനൊരു സ്നോ ഹോമാണ് ഇതുപോലെ സെലക്ട് ചെയ്തിട്ടുള്ളത്. വീണ്ടും ആ ഒരു A4 ഷീറ്റ് പേപ്പർ എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതുപോലെ സിമ്പിളായിട്ട് നമുക്കൊന്ന് ട്രേസ് ചെയ്തെടുക്കാം കേട്ടോ. ഈ ഒരു ആപ്പ് യൂസ് ചെയ്തിട്ട് കളർ പിക്ചേഴ്സ് ആണെങ്കിലും പെൻസിൽ ഡ്രോയിങ്സ് ആണെങ്കിലും ഈസി ആയിട്ട് ഡ്രോ ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതുപോലൊരു സ്നോ ഹോം വരച്ചെടുത്തിട്ടുണ്ട്. ഇതുപോലെ 12 പിക്ചേഴ്സാണ് ഞാൻ വരച്ചെടുത്തിട്ടുള്ളത്. എല്ലാം ഈ ഒരു പേപ്പർ കോപ്പി ആപ്പ് യൂസ് ചെയ്തിട്ടാണ് കേട്ടോ. നെക്സ്റ്റ് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള ആ ഒരു ട്രാൻസ്പെറൻറ്റ് ഷീറ്റ് ഒന്ന് കട്ട് ചെയ്യണ്ടേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുഞ്ഞുമോൾക്ക് കുറുക്ക് കൊടുക്കാനായിട്ട് വാങ്ങിച്ചിട്ടുള്ള ആ ഒരു ബോക്സിൻ്റെ ആ ഒരു കവറാട്ടോ ഇത്. അപ്പോൾ ഇത് നല്ല രീതിയിൽ ഒന്ന് തുടച്ചെടുക്കുക. അതിൻ്റെ സ്റ്റിക്കേഴ്സൊക്കെ ഒന്ന് റിമൂവ് ചെയ്യുക. സ്റ്റിക്കേഴ്സ് റിമൂവ് ചെയ്യാനായിട്ട് ഞാനൊരു തുണിയിൽ വിനെഗർ ഡിപ്പ് ചെയ്തിട്ട് നല്ല രീതിയിലൊന്ന് തുടച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു ഗ്ലാസ് ഷീറ്റിന് നല്ലൊരു ഗ്ലൈസിങ് കൂടി കിട്ടുന്നുണ്ട്. നെക്സ്റ്റ് നമുക്ക് ഗ്ലാസ് പെയിൻറ്റിങ് ചെയ്യാനായിട്ട് വേണ്ടത് ഗ്ലാസ് ലൈനേഴ്സാണ്. അപ്പോൾ ബ്ലാക്ക് കളറുള്ള ഗ്ലാസ് ലൈനറും അതുപോലെ തന്നെ 3D ഔട്ട്ലൈനേഴ്സും എടുത്തിട്ടുണ്ട് കേട്ടോ. സിൽവർ കളറിലെയും ഗോൾഡൻ കളറിലെയും 3D ഔട്ട്ലൈനേഴ്സാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ട്രേസ് ചെയ്യേണ്ട പേപ്പർ അടിയിൽ വെച്ചിട്ട് മുകളിൽ ഗ്ലാസ് ഷീറ്റ് വയ്ക്കുക. എന്നിട്ട് നമുക്ക് സിമ്പിളായിട്ട് ട്രേസ് ചെയ്ത് എടുക്കാം കേട്ടോ. അപ്പോൾ അതിന് മുന്നായിട്ട് ഈ ഒരു ഗ്ലാസ് ഷീറ്റും പേപ്പറും തമ്മിൽ തെന്നി പോവാതിരിക്കാൻ വേണ്ടിയിട്ട് ഇതുപോലൊരു സെലോ ടേപ്പും കൂടി ഒട്ടിക്കുന്നത് നല്ലതായിരിക്കും. അപ്പോൾ ബ്ലാക്ക് ഔട്ട്ലൈനർ യൂസ് ചെയ്തിട്ടാണ് ഫസ്റ്റ് ഞാൻ ട്രീക്ക് ഔട്ട്ലൈൻ കൊടുക്കുന്നത്. പിന്നെ അതിൻ്റെ ഉള്ളിൽ കുറച്ച് ഡെക്കറേറ്റിംഗ് ലൈറ്റ്സ് സർക്കിളായിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു സർക്കിളും സ്റ്റാറെല്ലാം ഞാൻ ഈ ഒരു ഗോൾഡൻ കളറിലുള്ള 3D ഔട്ട്ലൈനർ യൂസ് ചെയ്തിട്ടാണ് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ. ഇതെല്ലാം ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് പറ്റിയൊരു മണ്ടത്തരം മനസ്സിലായത്. ഞാൻ ഈ ഒരു സെലോ ടേപ്പിൻ്റെ മുകളിലൂടെയാണ് കേട്ടോ ഈ ഒരു ഗ്ലാസ് ലൈനർ ചെയ്തിട്ടുണ്ടായത്. അപ്പോൾ അത് വീണ്ടും റിമൂവ് ചെയ്തിട്ട് അതിൻ്റെ മുകളിലൂടെ വീണ്ടും ഞാൻ ഇത് ഫില്ല് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ ക്രിസ്മസ് ട്രീ ഏകദേശം ഔട്ട്ലൈൻ കൊടുത്ത് വച്ചിട്ടുണ്ട്. നെക്സ്റ്റ് ഞാൻ എടുത്തിട്ടുള്ളത് നമ്മുടെ സാന്റാക്ലോസ്. അപ്പോൾ ഈ ഒരു സാന്റാക്ലോസ് ഞാൻ ചെയ്യുന്നത് ഫുള്ളായിട്ട് ബ്ലാക്ക് ഔട്ട്ലൈനർ യൂസ് ചെയ്തിട്ടാണ്. നമുക്ക് ഇഷ്ടമുള്ള ഔട്ട്ലൈനേഴ്സ് നമ്മുടെ ഐഡിയ അനുസരിച്ചിട്ട് ചൂസ് ചെയ്യാം കേട്ടോ. ആ ഒരു സെൻറ്ററിൽ ആ ഒരു ബെൽറ്റിന് മാത്രമാണ് ഗോൾഡൻ കളർ ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത്. നെക്സ്റ്റ് ഞാൻ വരയ്ക്കുന്നത് നമ്മുടെ സ്നോമാനായിട്ടോ. അപ്പോൾ സ്നോമാനും ഞാൻ ഔട്ട്ലൈൻ കൊടുക്കുന്നത് ഈ ഒരു ബ്ലാക്ക് ഔട്ട്ലൈനർ യൂസ് ചെയ്തിട്ടാണ്. പിന്നെ നമ്മുടെ സ്നോമാൻ്റെ ആ ഒരു നോസിനും വായിക്കും ഞാൻ ഗോൾഡൻ കളറിലുള്ള ഔട്ട്ലൈനർ ഇതുപോലെ ഒന്ന് കൊടുക്കുന്നുണ്ട് കേട്ടോ. പക്ഷേ എല്ലാ വർക്കിനും ശേഷം ഞാൻ അതിൻ്റെ മുകളിലായിട്ട് ഓറഞ്ച് കളറിലുള്ള അക്രിലിക് പെയിൻറ്റും യൂസ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് എടുത്തിട്ടുള്ളത് നമ്മുടെ സ്നോ ഹോമാണ്.
ഈ ഒരു സ്നോ ഹോമിനും ഔട്ട്ലൈൻ ആയിട്ട് കൊടുക്കുന്നത് ബ്ലാക്ക് ആണെങ്കിലും ഇതിൻ്റെ ആ ഒരു ഡോറിനും അതുപോലെ ആ ഒരു വിൻഡോയുടെ മുകളിലുള്ള ഡോട്ട് ഉണ്ടല്ലോ അതിനൊക്കെ ഞാൻ സിൽവർ കളറിലുള്ള ഔട്ട്ലൈനറാണ് യൂസ് ചെയ്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ അതെല്ലാം നിങ്ങളുടെ ഇഷ്ടാനുസരണം നിങ്ങൾക്ക് കൊടുക്കാവുന്നതാണ്. ഞാൻ ഒരു സ്നോ എഫക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ആ ഒരു സിൽവർ കളർ യൂസ് ചെയ്തിട്ടുള്ളത്. നെക്സ്റ്റ് നമ്മുടെ ഡെക്കറേറ്റിംഗ് ബോളാണ് കേട്ടോ. ഇത് കുട്ടികൾക്ക് ചെയ്യാൻ വളരെ സിമ്പിളാണ്. ഇത് നമുക്ക് പേപ്പർ കോപ്പി ആപ്പിൻ്റെ ഒന്നും ആവശ്യമില്ലാതെ തന്നെ വരച്ചെടുക്കാം കേട്ടോ. അപ്പോൾ അത് ഞാൻ ഫുള്ളായിട്ട് ബ്ലാക്ക് യൂസ് ചെയ്തിട്ടാണ് ഔട്ട്ലൈൻ ചെയ്തെടുത്തിട്ടുള്ളത്. പിന്നെ ഈ ഒരു സംഭവത്തിൻ്റെ പേര് എനിക്കറിയില്ല കേട്ടോ. അറിയാവുന്നവരൊന്ന് കമൻറ്റ് ചെയ്ത് പറഞ്ഞുതരാം. അപ്പോൾ ഈ ഒരു ഗ്ലാസ് ഷീറ്റിൽ ഞാൻ 6 ഗ്ലാസ് പെയിൻറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. നെക്സ്റ്റ് വേറൊരു പേപ്പറിൽ ഈ ഒരു സ്റ്റാർ ഔട്ട്ലൈൻ ചെയ്തെടുക്കാം കേട്ടോ. സ്റ്റാർ ഔട്ട്ലൈൻ ചെയ്യാനായിട്ട് ഈ ഒരു ഗോൾഡൻ കളറിലുള്ള 3D ഔട്ട്ലൈനറാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഇങ്ങനെ നല്ല രീതിയിൽ പ്രസ് ചെയ്ത് ചെയ്യുന്നത് വേറൊന്നുണ്ടല്ല കേട്ടോ. എൻ്റെ ഗ്ലാസ് ലൈനറൊക്കെ ഒത്തിരി നാൾ യൂസ് ചെയ്യാതിരുന്നത് കൊണ്ട് തന്നെ നല്ല രീതിയിൽ കട്ട പിടിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെ ചെയ്തിട്ടുള്ളത് കേട്ടോ. അല്ലെങ്കിൽ നോർമലി നമ്മൾ പെൻ യൂസ് ചെയ്യണ പോലെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ നമ്മൾ എല്ലാ പിക്ചേഴ്സും ഔട്ട്ലൈൻ ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി അത് നല്ല രീതിയിലൊന്ന് ഡ്രൈ ആവട്ടെ. ഡ്രൈ ആയതിനു ശേഷം നമുക്ക് ഗ്ലാസ് കളേഴ്സ് കൊടുത്തെടുക്കാം കേട്ടോ. അപ്പോൾ ഫസ്റ്റ് ഞാൻ ചെയ്തിട്ടുള്ളത് സ്നോമാനാണ് ഗ്ലാസ് കളേഴ്സ് കൊടുക്കുന്നത്. അപ്പോൾ ഈ ഒരു സ്നോമാന് നമ്മൾ വൈറ്റ് കളറും കൂടി കൊടുക്കേണ്ടതുണ്ടല്ലോ. അപ്പോൾ വൈറ്റ് കളർ ഞാനൊരു 3 കോട്ട് അപ്ലൈ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഒരു കോട്ട് നന്നായിട്ട് ഡ്രൈ ആയതിനു ശേഷം രണ്ടാമത്തെ കോട്ട് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം മൂന്നാമത്തെ കോട്ട് കൊടുത്തിട്ടുണ്ട്. ഗ്ലാസ് കളേഴ്സ് കൊടുക്കാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട് ഓരോ പിക്ചേഴ്സും ഇതുപോലെ ഒന്ന് സെപ്പറേറ്റ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു വൈറ്റ് കളർ അതുപോലെ തന്നെ ബ്രൗൺ കളറൊക്കെ നമുക്ക് 2 കോട്ട് കൊടുക്കുമ്പോഴാണ് ആ ഒരു പെർഫെക്ഷൻ ഫീൽ ചെയ്യുന്നത് കേട്ടോ. നെക്സ്റ്റ് നമ്മൾ ചെയ്യുന്നത് ഈ ഒരു ക്രിസ്മസ് ട്രീ ആണ്. ക്രിസ്മസ് ട്രീക്കും ഞാൻ ഗ്രീൻ കളർ 2 കോട്ട് അപ്ലൈ ചെയ്തിട്ടുണ്ട് കേട്ടോ. നെക്സ്റ്റ് നമ്മുടെ ഈ ഒരു ക്രിസ്മസ് ബോളാണ്. അത് ഒറ്റ കോട്ട് മാത്രമാണ് അതിൽ കളേഴ്സ് കൊടുത്തിട്ടുള്ളത്. ഇനി നമ്മുടെ സാന്റാക്ലോസിന് റെഡൊക്കെ നമ്മൾ ഒറ്റ കോട്ട് മാത്രമേ കൊടുത്തിട്ടുള്ളൂ. പക്ഷേ വൈറ്റ് വരുന്ന പോർഷൻസ് ഉണ്ടല്ലോ, ആ ഒരു പോർഷൻസിൽ 2 കോട്ട് അപ്ലൈ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ 2 കോട്ട് അപ്ലൈ ചെയ്യുന്ന ടൈമിൽ ഫസ്റ്റ് കോട്ട് നല്ല രീതിയിൽ ഡ്രൈ ആയതിനു ശേഷം മാത്രമാണ് ചെയ്യാൻ പാടുള്ളൂ കേട്ടോ രണ്ടാമത്തെ കോട്ട്. ഇനി നമ്മുടെ സ്നോ ഹോമാണ്. സ്നോ ഹോമിന് നമ്മൾ ചെയ്തിട്ടുള്ളത് ഗ്രീൻ ആൻഡ് റെഡ് കോമ്പിനേഷനിലാണ്. പിന്നെ ആ ഒരു ഡോറിൻ്റെ മുകളിലൊക്കെ വൈറ്റ് ആ ഒരു കളർ വരാൻ വേണ്ടിയിട്ട് നമ്മുടെ സിൽവർ കളറിലുള്ള ഔട്ട്ലൈനർ യൂസ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മുടെ സ്റ്റാറാണ്. അപ്പോൾ സ്റ്റാറിൻ്റെ ഉള്ളിൽ ഫുള്ളായിട്ട് റെഡ് കളർ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഗ്ലാസ് കളേഴ്സ് യൂസ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു ബബിൾസ് പിന്നെ യൂസ് ചെയ്തിട്ടോ അല്ലെങ്കിൽ നമ്മുടെ ഫിംഗേഴ്സിൻ്റെ ടിപ്പ് യൂസ് ചെയ്തിട്ടോ ബ്രേക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതുപോലെ എല്ലാം നമ്മൾ ഗ്ലാസ് പെയിൻറ്റിങ് ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം നന്നായിട്ട് ഡ്രൈ ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതിൻ്റെ കറക്റ്റ് ഷേപ്പിനനുസരിച്ച് ഒന്ന് കട്ട് ചെയ്തെടുക്കണം കേട്ടോ. അപ്പോൾ ചെറിയ കത്രിക യൂസ് ചെയ്തിട്ട് ഇതുപോലെ കറക്റ്റ് ഷേപ്പിലൊന്ന് കട്ട് ചെയ്തെടുക്കുക. കട്ട് ചെയ്തെടുക്കുമ്പോൾ നമ്മൾ ചെയ്തിട്ടുള്ള ആ ഒരു ഔട്ട്ലൈൻ ഒട്ടും കട്ടായി പോവരുത്. അപ്പോൾ പെർഫെക്റ്റ് ആയിട്ട് തന്നെ ചെയ്യുക. കുട്ടികൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു കട്ടിങ്ങിനായിട്ട് മുതിർന്നവരെ ഹെൽപ്പ് ചോദിക്കാം കേട്ടോ. ഇനി ഈ ഒരു എല്ലാ ഗ്ലാസ് പെയിൻറ് വർക്കുകളും നമുക്ക് ഹോൾഡ് കൊടുക്കണം. അതിന് വേണ്ടിയിട്ട് ഇതുപോലൊരു പിന്നോ മുട്ട് സൂചിയോ തീയിൽ നല്ല രീതിയിൽ ഒന്ന് ചൂടാക്കിയെടുക്കുക. അതിനുശേഷം ഇതുപോലെ ജസ്റ്റ് ഒന്ന് വച്ചു കൊടുത്താൽ മതി കേട്ടോ. ചെറിയൊരു ഹോൾ മതി എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒരു പ്രാവശ്യം മാത്രം വയ്ക്കുക. വലിയ ഹോൾ വേണമെന്നുണ്ടെങ്കിൽ ആ ഒരു ചെറിയ ഹോളിൻ്റെ തൊട്ടടുത്ത് തന്നെ വീണ്ടും വെച്ചാൽ മതി കേട്ടോ. അപ്പോൾ ഇതുപോലെ ഞാൻ എല്ലാത്തിനും ഹോൾ ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കുഞ്ഞു കുട്ടികളുള്ളതുകൊണ്ട് തന്നെ ഞാനത് കുട്ടികളില്ലാത്ത ടൈമിലാണ് ആ ഒരു വർക്ക് ചെയ്തിട്ടുണ്ടായത്. അതാണ് വീഡിയോയിൽ കാണിക്കാത്തത് കേട്ടോ. അപ്പോൾ ഇതുപോലെ നമുക്ക് സിമ്പിളായിട്ട് ഇതുപോലത്തെ കീ ചെയിൻസൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാം. നല്ല ക്യൂട്ടായിട്ടില്ലേ? ഇനി നമുക്കിതുപോലത്തെ വുളൻ ത്രെഡ് യൂസ് ചെയ്തിട്ട് വോൾ ഡെക്കർ ആക്കി എടുക്കാം കേട്ടോ. വോൾ ഡെക്കറോ വോൾ ഹാങ് ഒക്കെ ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഫസ്റ്റ് ഈ ഒരു ഹോളിലൂടെ നമുക്ക് ഈ ഒരു ത്രെഡ് ഇതുപോലെ ഒന്ന് കയറ്റി കൊടുക്കണം കേട്ടോ. അതല്ലെങ്കിൽ നല്ല ഹോളുള്ള ഒരു സൂചി യൂസ് ചെയ്തിട്ട് ഇതുപോലെ നമുക്ക് ത്രെഡ് സിമ്പിളായിട്ട് കയറ്റി കൊടുക്കാം കേട്ടോ. ഇനി നമുക്കിതുപോലെ ഈ ഒരു ത്രെഡ് 2 പ്രാവശ്യം ഒന്ന് നോട്ടിട്ട് കൊടുക്കാം. കണ്ടില്ലേ? സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്നൊരു സംഭവം കേട്ടോ. അപ്പോൾ നമ്മുടെ സ്നോഹമാണ് ഫസ്റ്റ് ഞാൻ ചെയ്തിട്ടുള്ളത്. അടിപൊളിയല്ലേ? ഇനി നമുക്ക് ഈ ഒരു ത്രെഡ് കുറച്ചും കൂടി ലെങ്ത്തിലെടുക്കാം കേട്ടോ. അപ്പോൾ കറക്റ്റ് ഡിസ്റ്റൻസ് കീപ്പ് ചെയ്തിട്ട് ഓരോ ഗ്ലാസ് പെയിൻസും ഇതുപോലെ നമുക്ക്
കെട്ടി കെട്ടി കൊടുക്കുക കേട്ടോ. അപ്പോൾ ഞാൻ 2 മാത്രമാണ് ഡെമോ ആയിട്ട് കാണിക്കുന്നത്. നമ്മൾ ടോട്ടൽ 8 ഗ്ലാസ് പെയിൻസ് വർക്കുകൾ ഇവിടെ ചെയ്തിട്ടുണ്ട്. കണ്ടില്ലേ? അപ്പം ഇതുപോലെ നമുക്ക് ഡോറിലൊക്കെ വാൾ ഡെക്കോറായിട്ട് ഹാങ് ചെയ്യാം കേട്ടോ. ഇനി നമ്മുടെ ഫ്ലവർ മേക്കിംഗ് കമ്പി യൂസ് ചെയ്തിട്ട് സിമ്പിളായിട്ടുള്ള രീതിയിലൊരു കീ ചെയിൻ സെറ്റ് ചെയ്തെടുത്താലോ? അപ്പോൾ ഇത് വളരെ തിന്നായിട്ടുള്ളൊരു കമ്പിയാട്ടോ. തിക്കായിട്ടുള്ള കമ്പി നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് ചൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഞാൻ ഈ ഒരു തിന്നായിട്ടുള്ള കമ്പി യൂസ് ചെയ്തിട്ടാണ് ഈ ഒരു കീ ചെയിൻ ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ ഇതുപോലെ ഒന്ന് ചുറ്റിയൊക്കെ കൊടുക്കുക. അപ്പോൾ നമ്മുടെ ഐഡിയക്ക് അനുസരിച്ചിട്ട് എന്തെങ്കിലും ഡിസൈനൊക്കെ വേണമെങ്കിൽ നമുക്ക് അത് ആ ഒരു ഷേപ്പിലൊക്കെ ആക്കിയെടുക്കാം കേട്ടോ. വളരെ തിന്നായിട്ടുള്ളൊരു കമ്പിയാണ്. ഇതിലേക്ക് നമുക്ക് ഇതുപോലൊരു കീ ചെയിൻ്റെ റോള് ഒന്ന് കയറ്റിയിട്ട് കൊടുക്കാം കേട്ടോ. ഇനി ഇതുപോലെ ആ ഒരു കമ്പി ജസ്റ്റ് ഒന്ന് ട്വിസ്റ്റ് ചെയ്ത് കൊടുത്തതിന് ശേഷം കട്ട് ചെയ്യാം കേട്ടോ. കണ്ടില്ലേ? സ്റ്റാർ ഷേപ്പിലുള്ളൊരു ക്യൂട്ട് കീ ചെയിൻ ഇവിടെ സെറ്റായിട്ടുണ്ട്. നെക്സ്റ്റ് നമുക്കൊരു ബുക്ക് മാർക്ക് ചെയ്തെടുത്താലോ? അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഈ ഒരു വുളൻ ത്രെഡിൽ നിന്നും കറക്റ്റ് ലെങ്ത്തിലുള്ള 3 ത്രെഡുകൾ ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതിനുശേഷം വീഡിയോയിൽ കാണുന്ന രീതിയിൽ ഒരു ത്രെഡ് യൂസ് ചെയ്തിട്ട് ബാക്കി 2 ത്രെഡുകളും ഇതുപോലെ ഒന്ന് കെട്ടിക്കൊടുക്കാം കേട്ടോ. കണ്ടില്ലേ? വളരെ സിമ്പിളല്ലേ? ഇനി നമുക്ക് നമ്മുടെ മുടിയൊക്കെ പിന്നിടില്ലേ, ആ ഒരു രീതിയിൽ ഈ ഒരു ത്രെഡ് ഇതുപോലെ ഒന്ന് മെടഞ്ഞ് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇത് മെടയാനായിട്ട് അറിയാത്തവരാണെങ്കിൽ ആ ഒരു ത്രെഡിൻ്റെ അറ്റഭാഗം സെലോ ടേപ്പ് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് താഴെ സ്റ്റിക്ക് ചെയ്ത് വെച്ചിട്ട് ഇതുപോലെ പിന്നിട്ടെടുക്കുക കേട്ടോ. ഇനി താഴെ വരുന്ന ഭാഗവും മുകളിൽ ചെയ്ത പോലെ തന്നെ ഇതുപോലെ ഒന്ന് ഒരു ത്രെഡ് യൂസ് ചെയ്തിട്ട് മറ്റ് 2 ത്രെഡുകളും കെട്ടിട്ട് നല്ല രീതിയിലൊന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇനി ഈ ഒരു ഗ്ലാസ് പെയിൻറ്റിൻ്റെ ഉള്ളിലേക്ക് ഇതൊന്ന് ആ ഒരു ഹോളിലൂടെ ഈ ഒരു ത്രെഡ് ഒന്ന് കയറ്റി കൊടുക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ സൂചി യൂസ് ചെയ്തിട്ട് ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടി എളുപ്പത്തിൽ നമുക്ക് ഈ ഒരു ത്രെഡ് ഇതിൻ്റെ ഉള്ളിലേക്ക് കയറ്റാൻ സാധിക്കും. അപ്പോൾ ഒരു ത്രെഡ് മാത്രമാണ് ഉള്ളിലോട്ട് കയറ്റിയിട്ടുള്ളത്. എന്നിട്ട് ആ ഒരു ത്രെഡ് യൂസ് ചെയ്തിട്ട് ബാക്കി 2 ത്രെഡുകളും ഇതുപോലെ നല്ല രീതിയിൽ ഒന്ന് കെട്ടിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ 2 or 3 പ്രാവശ്യം ഇതുപോലെ ഒന്ന് ടൈറ്റ് ചെയ്തിട്ട് കെട്ടിട്ട് കൊടുക്കുക. അതിനുശേഷം എക്സ്ട്രാ വരുന്ന ആ ഒരു 3 ചെറിയ ത്രെഡുകളുണ്ടല്ലോ, അത് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റാം കേട്ടോ. കണ്ടില്ലേ? സിമ്പിളായിട്ടുള്ളൊരു ബുക്ക് മാർക്ക് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു അറ്റഭാഗം നമുക്ക് ചീപ്പ് യൂസ് ചെയ്തിട്ട് ഒന്ന് കോംബ് ചെയ്തിട്ട് ഇതുപോലെ ഒന്ന് കറക്റ്റ് ചെയ്ത് കട്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് ബീഡ്സ് ഒക്കെ വേണമെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇനി ഇതുപോലെ വെച്ചിട്ട് നമുക്ക് വേണമെങ്കിൽ അതൊരു കീ ചെയിനായിട്ടും യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ എനിക്ക് ഫേവറേറ്റ് ആയിട്ട് ഫീൽ ചെയ്തത് ഈ ഒരു സാന്റാക്ലോസിൻ്റെ കീ ചെയിനാട്ടോ. അപ്പോൾ എങ്ങനെയുണ്ട് നമ്മുടെ ഇന്നത്തെ ഈ ഒരു ഗ്ലാസ് പെയിൻറ്റിങ് വർക്കുകൾ? അത്യാവശ്യം നല്ലൊരു ലെങ്ത്തുള്ള വീഡിയോ ആയിരുന്നു. പക്ഷെ ആരുടെ സമയവും വെറുതെ വേസ്റ്റ് ആയില്ല എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ബാലൻസ് വന്നിട്ടുള്ള ഈ ഒരു 4 പിക്ചേഴ്സ് യൂസ് ചെയ്തിട്ട് നെക്സ്റ്റ് വീഡിയോയിൽ അടിപൊളി ഒരു ഗ്ലാസ് പെയിൻറ്റിങ് ഡെക്കോർ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ അതിനെല്ലാവരും കട്ട വെയിറ്റിംഗ് അല്ലേ? അപ്പോൾ വേഗം നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോട്ടോ. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.